സിദ്ധാർത്ഥന് അനുമതി നിഷേധിച്ച പ്ലാന്റിന് എങ്ങനെ അനുമതി കൊടുക്കും എന്നായിരിക്കും ദേവികയുടെ പേടി അല്ലേ? അതിൽ ദേവികയ്ക്ക് ടെൻഷനൊന്നും വേണ്ട. സിദ്ധാർത്ഥനോട് പാർട്ടി പ്രസിഡന്റ് സംസാരിക്കും. മിനിസ്റ്ററെ, ദേവിക മാഡത്തിന് കാര്യങ്ങൾ മനസ്സിലാവും. ഈ പ്ലാന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ വെളുപ്പിൻ കൂടെ അടിപൊളിയാവും. ജോലി ഇല്ലാത്ത ഒറ്റ ആള് പോലും അവിടെ ഉണ്ടാവില്ല. അത് നേരം. എല്ലാരും ഓരോ അസുഖങ്ങൾ പിടിച്ച് ആശുപത്രിയിലായിരിക്കും. ആൾക്കാർ കാണില്ല നാട്ടില്. എന്റെ മണ്ഡലത്തിൽ ഒരു തൊഴിൽ സംരംഭം വരുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളാ ഞാൻ. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് കെ നായർ സാറിനോട് ഞാൻ പറയുകയും ചെയ്തു. നമുക്ക് അദ്ദേഹത്തെ കൊണ്ട് മറ്റൊരു വ്യവസായ സംരംഭം തുടങ്ങാൻ പ്രേരിപ്പിക്കാം. എല്ലാ സഹായവും ചെയ്തു കൊടുക്കാം. ഇതിനു വേണ്ടി മുടക്കിയത് എങ്ങനെ മറ്റൊന്നിലേക്ക് മാറ്റാന്ന് ചിന്തിക്കാം. എന്തായാലും ഈ പ്ലാന്റിന് അനുവാദം കൊടുക്കാൻ പറ്റില്ല സർ. മുൻപ് MLA ആയിരുന്ന സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത് അനുമതി കൊടുക്കാത്തൊരു പ്ലാന്റിന് ഞാൻ അനുമതി കൊടുക്കുന്നതിലുള്ള പേടിയല്ല സർ. സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റാൻ വേണ്ടിയിട്ടാ ഞാൻ അപേക്ഷ റിജക്ട് ചെയ്യുന്നത്. പിന്നെ അച്ഛനൊരു അപേക്ഷ റിജക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിറകിൽ കൃത്യമായ കാരണം കാണുമെന്ന് എനിക്കറിയാം.